ഹായ് ഓൾ ഞാൻ ഷിജു ചെമ്പ്ര BNA എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാലിക്കറ്റ് കണ്ണൂർ വയനാട് ആൻഡ് കാസർഗോഡ്. വളരെ സന്തോഷമുണ്ട് ഇന്ന് എൻ്റെ കൂടെ ഇരിക്കുന്നത് നമ്മുടെ സക്സസ് സാഗയിലെ സ്പോൺസേഴ്സ് ആണ്. എന്താണ് ഈ സക്സസ് സാഗ? കാരണം കഴിഞ്ഞ 3 വർഷം കൊണ്ട് BNA മെമ്പേഴ്സ് കണ്ണൂർ റീജിയനകത്തുള്ള 15ഓളം വരുന്ന ചാപ്റ്ററുകളിലെ BNA മെമ്പേഴ്സ് കഴിഞ്ഞ 3 വർഷങ്ങൾ കൊണ്ട് 1000 കോടി രൂപയുടെ ബിസിനസ്സാണ് പരസ്പരം ചെയ്തിട്ടുള്ളത്. ഇതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാനും കൂടുതൽ ആൾക്കാരിലേക്ക് ഈ സക്സസ് എത്തിക്കാനും കൂടുതൽ കമ്മ്യൂണിറ്റിയിലേക്ക് നമുക്ക് സപ്പോർട്ട് കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. ഈ മെയ് 3 നായനാർ അക്കാദമിയിൽ വെച്ചിട്ടാണ്. ഈ ഒരു പ്രോഗ്രാം ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്നതിന് കാരണക്കാരായിട്ടുള്ള കുറച്ച് പേരാണ് ഇവിടെ ഉള്ളത്, സ്പോൺസേഴ്സ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ നമ്മളെ കൂടെ തന്നെ ഒരു വുമൺ ഓൺട്രപ്രണർ ഇവിടെ ഉണ്ട്, സംഹിത മോഹൻ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, സംഹിത ഈ ഒരു സ്പോൺസർഷിപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഈ സ്പോൺസർഷിപ്പിലേക്ക് വരാനുള്ള നിങ്ങൾ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തൊരു ഫാക്ടർ എന്നാണ്? സർ, ഞാൻ BNIയിൽ കഴിഞ്ഞ 3 വർഷമായി ഉണ്ടാവുന്നു. അപ്പം BNIയുടെ ഏറ്റവും വലിയ കോർ വാല്യൂ ആണ് ഗീവേഴ്സ് ഗെയിൻ. നമ്മൾ എത്ര കൊടുക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് കിട്ടും. അപ്പം എനിക്ക് വന്നിരിക്കുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയി ഞാൻ ആദ്യം എനിക്ക് BNIയിൽ കൊടുക്കാനാണ് പറ്റിയിട്ടില്ല. മേ ബി ഒരു ആഫ്റ്റർ 1 ഇയർ ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് റെഫറൻസ്. അപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ BNIയിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം, പറ്റാവുന്നൊരു പ്രോഗ്രാം നമ്മൾ സ്പോൺസർ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന വിസിബിലിറ്റി, അവിടെ ഒരു ട്രസ്റ്റാണ് ബിൽഡ് ചെയ്യുന്നത് നമ്മൾ എമംഗ് BNI മെമ്പേഴ്സ്. അതാണ് എനിക്ക് ഈ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാനുള്ള ഏറ്റവും വലിയ കാരണമായി തോന്നിയത്. അത് കൂടുതൽ മെമ്പേഴ്സിലേക്ക് നമുക്കത് എത്താം. അപ്പം റോസാൽ, എന്താ ഇമേജ് മൊബൈൽസ് നേരാ നിങ്ങൾ മലപ്പുറത്ത് നിന്ന് വന്നു കണ്ണൂർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ കണ്ണൂരിൻ്റെ ബിസിനസ്സിൽ ഒഴിച്ചു മാറ്റാൻ പറ്റാത്തൊരു ആളായിട്ട് നൂറും പിന്നെ ഇമേജും മൊബൈൽസും മാറി. ഇതിന് സ്പോൺസർ ചെയ്യാനും ഇതിൻ്റെ പരിപാടികളിലൊക്കെ ഓരോ ലീഡർഷിപ്പ് കൊടുക്കാനും നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്തതിൻ്റെ കഥ? സാർ, ഞാൻ അതിന് തന്നെ പറയുകയാണെങ്കിൽ ഞാൻ BNIയിൽ 8 ചാപ്റ്റേഴ്സിലെ മെമ്പറാണ്. ഇപ്പോൾ കൽപ്പറ്റ, ബത്തേരി, കണ്ണൂർ, കോഴിക്കോട്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, ഇങ്ങനെ 8 ചാപ്റ്ററിലെ മെമ്പേഴ്സാണ്. അപ്പോൾ എനിക്ക് ആദ്യം അറിയാം BNI എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ മലപ്പുറത്തുനിന്ന് വന്ന് ഇവിടെ കണ്ണൂരൊരു ഒരു ഷോറൂം ഓപ്പൺ ആക്കിയപ്പോൾ എനിക്ക് ഒരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. കാരണം ഇവിടുന്ന് സിമെൻറ്റ് മേടിക്കണം, ഇവിടുന്ന് കമ്പി മേടിക്കണം, അല്ലെങ്കിൽ ആരെ വർക്ക് ചെയ്യിപ്പിക്കണം, ഇവിടുന്ന് ഇലക്ട്രിക്കൽസ്, ഇതെല്ലാം ചെയ്യാൻ കൂടെ BNIയിൽ ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു സ്ഥലത്തൊരു ഷോറൂം ഇട്ട് എന്നേക്കാൾ ഈസി ആയിരുന്നു കണ്ണൂരിൽ ഷോറൂം തുറക്കലും. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ വിജയം. കാരണം കണ്ണൂരിൻ്റെ സിറ്റി തന്നെ ഒരു സ്ഥലം കിട്ടി, കണ്ണൂരത്തെ ആൾക്കാരുടെ ഒരു സഹായവും നമ്മളോട് തന്ന ബിസിനസ്സും അതിൻ്റെ വളർച്ചയും ഒക്കെ വളരെ പെട്ടെന്നായിരുന്നു മറ്റെവിടെ പിന്നെ. അപ്പോൾ അതിനകത്ത് BNI മെമ്പേഴ്സ് കണ്ണൂരിലുള്ള, അല്ലെങ്കിൽ നമ്മൾ ഈ കണ്ണൂർ റീജിയനിലുള്ള 600 മെമ്പേഴ്സും എനിക്ക് ഓൾമോസ്റ്റ് ബിസിനസ് തരുന്നുണ്ട്. നല്ല സഹകരണത്തിലും നല്ല ഉഷാറിലുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇമേജിൻ്റെ പറയുന്ന ഈ സർവീസൊക്കെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണം, കൂടുതൽ ആൾക്കാരുടെ അടുത്തേക്ക് സർവീസ് കൊടുക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു സ്പോൺസർ ആയത്. അപ്പോൾ നമ്മുടെ മറ്റൊരു സ്പോൺസർ ഇവിടെ ഉണ്ട്, ഷാജി ഉണ്ട്. അപ്പോൾ നമുക്കറിയാം വർണ്ണങ്ങളുടെ ഒരുപാട് ആൾക്കാരുടെ കസ്റ്റമേഴ്സിൻ്റെ ക്ലയൻറ്റിൻ്റെ ഈ രീതിയിലാണ് പെയിൻറ്റിനാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഈ ഒരു നമ്മുടെ ഈ സക്സസ് സാഗയിലേക്ക് ഒരു സ്പോൺസറായിട്ട് വരണം, എനിക്കിതിൽ പാർട്ടിസിപ്പേറ്റ് എന്ന് പറയാം? കാരണം നമുക്കറിയാം നമ്മുടെ സ്പോൺസർഷിപ്പ് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ അനൗൺസ് ചെയ്ത് അപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ ഏറ്റെടുക്കുകയായിരുന്നു. അതിനുണ്ടായ ഒരു പ്രചോദിപ്പിച്ചൊരു കാര്യം എന്താണ്? എൻ്റെ പേര് ഷാജി. ഞാൻ കളറോസ് എന്ന ഗ്രൂപ്പിൻ്റെ മാനേജിങ് പാർട്ണറാണ്. അത് നമുക്ക് 5 ബ്രാഞ്ചുകളുണ്ട്. ഞാൻ ഈ BNIയിൽ ചേർന്നിട്ട് 1 ഇയർ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇത് BNIയെ പറ്റി അറിഞ്ഞ് ഒരു മീറ്റിങ്ങിന് വന്ന് അപ്പോൾ അവരുടെ എല്ലാ സെറ്റപ്പും കണ്ടിട്ടാണ് ഞാനിത് ചേർന്നത്. എൻ്റെ ഒരു മെയിനായൊരു പ്രശ്നം, ഞാൻ ആൾക്കാരോട് അങ്ങോട്ട് ഹെഡ് ചെയ്തിട്ട് പൊതുവെ സംസാരിക്കാറില്ല, ബിസിനസ് ചോദിക്കാറില്ല, അങ്ങനെ സംസാരിക്കാൻ അവർക്ക് വരുന്ന ബിസിനസ് ഞാൻ പിടിക്കാമെന്നല്ലാണ്ട് അങ്ങോട്ട് ചോദിച്ചിട്ട് ബിസിനസ് ചോദിക്കാറില്ല. ആ ഇതിൽ നിന്നൊരു മാറ്റം വേണമെന്നുള്ള ഒരു ഇതൊക്കെ കൊണ്ട് മാത്രമാണ് ഞാൻ BNIയിൽ ചേർന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ 2-3 മാസം എനിക്ക് കയറിയ ബിസിനസ്സൊന്നും കിട്ടിയില്ല. എനിക്ക് മനസ്സിലായത് പിന്നെ നമുക്ക് ബിസിനസ് ചോദിച്ചാൽ മാത്രമേ ബിസിനസ് ചോദിച്ചാൽ കിട്ടും ബിസിനസ് ചോദിച്ചാൽ എന്തായാലും കിട്ടുന്നത് മനസ്സിലായത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ ആൾക്കാരോട് ചോദിക്കാൻ തുടങ്ങി. പിന്നെ ആ സമയത്ത് ഞാൻ എൻ്റെ ഒരു പുതിയ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തത്. ആ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ അനിലിന് ഇൻവേർട്ടറിൻ്റെ ഓർഡർ കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ തന്നെ ചാപ്റ്ററിലുള്ള കാലിത്തിന് CCTV ഓർഡർ കൊടുത്തു. അപ്പോൾ നമ്മൾ കുറച്ച് ഓർഡർ കൊടുത്തു. പിന്നെ അങ്ങനെ കൂടുതൽ ആൾക്കാരായിട്ട് നല്ല ബന്ധം കിട്ടിയ ശേഷം എനിക്ക് ബിസിനസ്. അപ്പോഴാണ് ഷാജിനെ കുറിച്ചിട്ട് ആൾക്കാർ അറിഞ്ഞതും ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ടാണ് അങ്ങോട്ട് വന്നതും. അപ്പോൾ ഈ കളർ ഹൗസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. BNIയിൽ വന്നതിന് ശേഷം ഉണ്ടായിരുന്ന വേറൊരു മാറ്റം എന്ന് വെച്ചാൽ, ഞാൻ തന്നെ വിളിച്ചിട്ട് കുറേ ആൾക്കാർ മീറ്റിംഗ്, നമ്മൾ പെയിൻറ്റ് കോൺട്രാക്ടേഴ്സിൻ്റെ മീറ്റിങ്ങിന് ഞാൻ തന്നെ വിളിച്ചിട്ട് എല്ലാവരും പങ്കെടുക്കുക. അപ്പോൾ അതിലിപ്പോൾ സ്വാഗത പ്രസംഗമോ അല്ലെങ്കിൽ നന്ദി പ്രസംഗമോ അറിയാൻ പോലും എനിക്ക് മടിയായിരുന്നു.
ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ VNL വന്നതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു കമ്പനിക്കാരോടെ ഞാൻ സ്വാഗത പ്രസംഗം പറയും. അപ്പോൾ ഞാൻ തന്നെ തുടങ്ങി ഏറ്റെടുത്തിട്ട് ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നതോ കൊടുക്കൂല. അപ്പോൾ ആ രീതിയിലോ ഭയങ്കര ഇപ്പോൾ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളെ പെയിൻറ്റിങ് കോൺട്രാക്ടേഴ്സൊക്കെ ഇപ്പോൾ കുറച്ചും കൂടി ഹാപ്പിയാണ്. കാരണം ഇവർ വന്നിട്ട് ഇവർ ഓരോ ടെക്നിക്കൽ വേർഡ്സ് ഉപയോഗിച്ചിട്ട് പറയുന്നതും ഞാൻ നമ്മളതായ ഭാഷയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട് അവർക്ക് കൂടുതൽ എല്ലാ കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് ആ മെസ്സേജ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ടെക്നിക്കൽ ജാർഗൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടേതായ രീതിയിലേക്ക് കസ്റ്റമേഴ്സിനോടും ആൾക്കാരോടും നമുക്ക് ഇപ്പൊ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ വേറെ ഒരു ഇതെന്ന് വെച്ചാൽ എല്ലാ കമ്പനീൻ്റെയും ജിയേഷനായാലും പറഞ്ഞാൽ എല്ലാ കമ്പനിയും ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമർക്ക് ഏത് ബ്രാൻഡ് ചോദിച്ചാലും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഏത് കാറ്റഗറി ലക്ഷറി ആയാലും എക്കണോമി ആയാലും സൂപ്പർ ലക്ഷറി ആയാലും എല്ലാ കാറ്റഗറിയും നമ്മുടെ ഉണ്ട്. എല്ലാ ബ്രാൻഡും ഉണ്ട്. അതുമാത്രമല്ല എല്ലാ ബ്രാൻഡിൻ്റെയും ഒരു പ്രീമിയം പ്രിവിലേജ് ക്ലബ്ബ് മെമ്പേഴ്സുമാണ്. അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കോ സ്പോൺസർ ആയിട്ട് എടുത്തത്. നമ്മളെ തുടക്കം മുതൽ നമ്മുടെ ചാമ്പ്യൻസിന്റെ കൂടെയുള്ള ഒരു മെമ്പറാണ്, കോർ ഗ്രൂപ്പ് മെമ്പറാണ് അനിൽ എം ജോയ്. അദ്ദേഹം നമുക്ക് എല്ലാം തന്നെ എനർജി അല്ലേ ഊർജം പകരുന്നൊരു വ്യക്തിയാണ്. എന്താണ് അനിൽ എം ജോയ് നിങ്ങളൊരു BNA ജേണി പ്ലസ് ഇവിടെ സ്പോൺസർ ആവാനുള്ള ഒരു കാരണം ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ. എൻ്റെ പേര് അനിൽ കെ ജോയി. കമ്പനി സർവീസ് മണിക്കാണ്. കാറ്റഗറി വരുന്നത് ഇൻവെർട്ടർ UPS ബാറ്ററിയാണ്. അപ്പോൾ ഞാൻ ഫൗണ്ടർ മെമ്പറായ സ്ഥിതി ഞാൻ ഒരു 3 വർഷക്കാലം ഞാൻ BNL ഭയങ്കര സജീവമായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ കണ്ടതെന്ന് വെച്ചാൽ കുറേ ഈവൻറ്റുകൾ കുറേ പ്രോഗ്രാമുകൾ എല്ലാം ഞാനിങ്ങനെ മുന്നിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അതിൽ കോസ്പോൺസ് ആവണമെന്ന് ആഗ്രഹം പണ്ട് തൊട്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ അപ്പം നമ്മളൊരു ചാമ്പ്യൻസിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കോസ്പോൺസർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ചെയർമാനോട് എടുത്ത് പറഞ്ഞു ഞാൻ എന്തായാലും മറ്റേ പവേർഡ് ബൈ ആവാനാണ് പറഞ്ഞത്. അപ്പോൾ സ്പോൺസർ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുക്ക പറഞ്ഞു നീ പവേർഡ് ബൈ അല്ല കോസ്പോൺസർ തന്നെ ആവണം. എന്താ വെച്ചാൽ അപ്പം ഞാൻ ചിന്തിച്ചു എന്തായാലും ഇതിൽ കൊണ്ട് ഇത്രയും ഈ 3 വർഷക്കാലം ഈ BNAൻ്റെ എല്ലാ പ്രോഗ്രാമുകളും വളരെ സക്സസ് ആണ്. അപ്പോൾ എനിക്ക് വളരെ സക്സസ് ആവുന്ന 100% എനിക്ക് ഉറപ്പുണ്ട്. അതാണ് എനിക്ക് ഇതിലേക്ക് വരാൻ കാരണം. പിന്നെ മാത്രമല്ല ഇതിനകത്ത് ഷാജി സാർ പറഞ്ഞ പോലെ ഗിവേഴ്സ് കീനാണ്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വന്നപ്പോൾ നമ്മളൊരു പുതിയ പ്രോജക്റ്റ് സർവീസ് ഓടിക്കുന്ന റിസോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 6 മാസക്കാലം വെച്ചാൽ ഞാൻ ഈ മറ്റു മെമ്പേഴ്സിനെ കൂട്ടി നേരിട്ട് അവിടെ പോയി അവിടെയുള്ള എല്ലാ വർക്കുകളും മാക്സിമം നമ്മൾ BNA മെമ്പേഴ്സിലേക്ക് കൊടുക്കാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് എന്താ എനിക്ക് ഗുണം കിട്ടിയെന്ന് വെച്ചാൽ 6 മാസം കൊണ്ട് എന്നെ വേറെ അറിയുന്ന ഒരാളായി. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കോർപ്പതി ഇതാവാൻ പറ്റി. എല്ലാ ആഴ്ചയും ഒരുപാട് റെഫറൻസ് കൊടുക്കുന്ന ഒരാളായിരുന്നു. അപ്പം ഒരു കോടി വരം ബിസിനസ് അപ്പോൾ തന്നെ ക്രോസ് ചെയ്തു. പിന്നെ സാറേ വെച്ചാൽ അനിലേട്ടൻ ബിസിനസ് ചെയ്യുന്ന കണ്ണൂർ ടൗണിൽ തന്നെ വീട് താമസിക്കുന്ന കണ്ണൂർ ടൗണിൽ തന്നെ. അപ്പോൾ അനിലേട്ടന് അവർ ഒരുപാട് ആൾക്കാരെ കൂട്ടിക്കൊണ്ടു. ഇപ്പം എന്നോട് പറയും ഇതെൻ്റെ ഷോപ്പാണ് അവരോട് പറയുന്നത് അവിടെ നിങ്ങൾ വാങ്ങിച്ചോ അതിന് ഉത്തരവാദി ഞാനാണ്. അപ്പോൾ അതിന് വല്ലാത്ത ആ ഒരു ഓണർഷിപ്പ് എടുക്കും. പക്ഷേ എനിക്ക് അങ്ങനെ വരാൻ അങ്ങനെ പറയാൻ BNA വന്നുകൊണ്ട് മാത്രമാണ്. എന്നുവെച്ചാൽ BNA വരുമ്പോൾ മെമ്പേഴ്സായിട്ട് അത്ര കോണ്ടാക്ട്സാണ്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ എവിടെ ഇപ്പം 48 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 48 മെമ്പേഴ്സായിട്ട് അത്ര ബന്ധമാണ് ഉള്ള അത്ര നല്ല ബന്ധമായതുകൊണ്ട് നമുക്ക് എന്തും തുറന്നു പറയാനും എന്തും നമുക്ക് പറയാൻ എനിക്ക് പറ്റും. അതുകൊണ്ട് ഈ കോസ്പോൺസർ ആയി കഴിഞ്ഞാൽ 110% എനിക്ക് സക്സസ് ആവുന്ന 100% ഉറപ്പാണ്. അപ്പോൾ അനിൽ എം ജോയിനോട് ഇതിൻ്റെ അനുബന്ധിച്ച് ഇപ്പം ഷാജി പറഞ്ഞു, നൂറ് പറഞ്ഞു, സമിത പറഞ്ഞു, നല്ല സർവീസാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ കസ്റ്റമേഴ്സിന് നിങ്ങൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? നിങ്ങൾ സെർവോസോണിക്കിൽ നിന്ന് എന്തൊക്കെയാണ് പ്രൊഡക്റ്റ്? നമ്മളെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ സർവീസാണ്. അതായത് നമ്മൾ ഓരോ ഭാഗത്തും ഓരോ ടെക്നീഷ്യന്മാരുള്ളത്. ഇപ്പം നമുക്ക് ഏകദേശം ഒരു 10 ടെക്നീഷ്യന്മാരുണ്ട്. അത് നമ്മൾ ഏകദേശം ഒരു 25 years ആയി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഒരു പകുതി സ്റ്റാഫുകളും ഒരു 10 വർഷത്തിന് മേലെയുള്ള ആൾക്കാരാണ്. അപ്പോൾ വെച്ചാൽ അവർക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ വെച്ചാൽ പെട്ടെന്നൊരു കംപ്ലയിൻറ്റ് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ എന്തായാലും സൊല്യൂഷൻ എന്ന് വെച്ചാൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ മാത്രമല്ല മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് നമ്മൾ സൈറ്റ് സർവീസ് കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അഥവാ കസ്റ്റമർക്ക് ഇപ്പം ഈ UPS എന്ന് പറയുന്ന സംഭവം കറണ്ട് പോയി കഴിഞ്ഞാൽ ഫുൾ ഇറിഡായി, സ്ഥാപനങ്ങളിലാണെങ്കിൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യില്ല, അങ്ങനത്തെ ഫുൾ ബന്ധമായി. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു സ്പെയർ പോകുന്ന സമയത്ത് ഒരു സ്പെയർ കയ്യിൽ പോകും, കൂടെ കൊണ്ടുപോകും. അപ്പോൾ എന്ന് വെച്ചാൽ അവിടെ കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അവിടെ കാര്യം നടന്നു. ഇനി അവിടെ നന്നാക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പോൾ അത് നമ്മൾ തിരിച്ച് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നു പിന്നെ നന്നാക്കി 1-2 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കുന്നു. അപ്പോൾ കസ്റ്റമർ ഹാപ്പിയായി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ റിലേറ്റീവ്സ് അവരുടെ ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാ ആൾക്കാർക്കും നമ്മളെ റെഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ എനിക്ക് മാർക്കറ്റിംഗ് ഇപ്പോൾ ഏകദേശം 25 years ആയി. എനിക്ക് മാർക്കറ്റിങ്ങിൽ ഒരാളുമില്ല.
ഏകദേശം ഒരു 30,000 പരം കസ്റ്റമർ, 20,000 കസ്റ്റമർ ഇപ്പോൾ ഓൾറെഡി കസ്റ്റമറുള്ള കരുതൽ അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. ഇവിടെ സമിതിയിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും ടെക്നിക്കലാണ് കുറച്ചുകൂടി സമിതിന്റെ കാറ്റഗറി. PMC എന്ന് പറയുന്ന സമയത്ത് അതിലെന്തൊക്കെയാണ് സമിത പ്രൊവൈഡ് ചെയ്യുന്നത്? ഞാൻ സ്റ്റാർട്ടിങ് ഇപ്പം എനിക്ക് പറയണ അനിലട്ടി ഇപ്പോൾ ഒരു സ്ഥലം വാങ്ങാൻ പോകുന്നുണ്ട്. അപ്പം അവരെന്നെ കോണ്ടാക്ട് ചെയ്തു. അപ്പം ഞാൻ ആ സ്ഥലത്തിൽ എന്തൊക്കെ നമുക്കിപ്പം നമ്മുടെ നാട്ടിൽ പലപ്പോഴും മറ്റേ കേരള എന്ന് പറയുന്നൊരു സ്ട്രിപ്പ് ഓഫ് ലാൻഡ്, ഒരു സ്ഥലത്ത് അറേബ്യൻ സീ, മറ്റേ സ്ഥലത്ത് നമ്മളെ ഗട്ട്സ്. ഇതിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് എൻവയറമെൻ്റൽ ചാലഞ്ചസ് ഉണ്ട്, ഒരുപാട് ചാലഞ്ചസ് ഉണ്ട് കേരളയിൽ ഒരു ബിൽഡിംഗ് വരണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ബേസിക് കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥലം എടുക്കുമ്പോൾ ആ സ്ഥലം എന്താണ്, ആ സ്ഥലത്തെ എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ട്, എന്തൊക്കെ NOCs എടുക്കണം, എന്തൊക്കെ റെഗുലേഷൻസ് അവിടെ വരുന്നുണ്ട്, അതൊക്കെ നമ്മൾ പഠിച്ചെടുത്തിട്ട് ഒരു സ്ഥലം വാങ്ങുവാണെങ്കിൽ വി ക്യാൻ ബി എ സക്സസ്ഫുൾ പേഴ്സൺ. അതിപ്പോൾ ആരായാലും ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു കമേഴ്ഷ്യൽ ബിൽഡിംഗ് എടുക്കുക അല്ലെങ്കിൽ ഒരു ഡ്രീം ഹൗസ് എടുക്കുന്നുണ്ടെങ്കിലും അത് അപ്പം തൊട്ട് നമുക്ക് എൻട്രി ആണ്. അപ്പോൾ തൊട്ട് ഞാൻ എൻട്രി ആണ് അവിടെ. അപ്പം എനിക്കിപ്പോൾ ഒരു കുറേയുള്ള പ്രോജക്ട്സ് എനിക്ക് പറയുന്നത് MBK തലാഖ്. അതെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു 50 years ഓൾഡ് ബിൽഡിംഗ് ആണ്. അതെനിക്ക് BNI റെഫറലാണ്. ഞങ്ങളുടെ ചാപ്റ്ററിൽ തന്നെ ഉണ്ടായ ഷമീർക്ക ചാപ്റ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരുടെ ഒരു പ്രോജക്റ്റ് ഡിസ്കസ് ചെയ്തിട്ട് അത് ഒന്ന് ഹോൾഡ് ആയപ്പം എന്നോടൊന്നും വിഷമിക്കല്ല, ഞാൻ വേറൊരു റെഫറൽ തരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നെ ഒരു റെഫറലാണ്. ആൻഡ് ഐ താങ്ക് ഷമീർക്ക ഫോർ ദാറ്റ്. അപ്പോൾ ആ ബിൽഡിംഗ് എന്ന് വെച്ചാൽ ഇറ്റ്സ് മോർ ദാൻ 50 years ഓൾഡ് ബിൽഡിംഗ്. പക്ഷേ ഇപ്പം ആ ഏരിയയിൽ തളാപ്പിലെ ആ ഏരിയയിൽ നോക്കുമ്പോൾ ആർക്കും കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റില്ല അങ്ങനെ ഒരു ബിൽഡിംഗ് അവിടെ ഉണ്ട് എന്ന്. അപ്പം ഫ്രം ദ ബിഗിനിങ് അതിൻ്റെ ക്ലയൻസ് വന്ന് ഞങ്ങൾ ആ ഒരു കൊട്ടിക്കൊള്ളിന ബിൽഡിങ്ങിലാണ് ആ ഡിസ്കഷൻ ചെയ്യുന്നത്. ഇത് എങ്ങനെ മാറ്റാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും. റെസ്റ്റോറൻറ്റ് പ്രോജക്ട്സ് ഞാൻ അധികം ചെയ്തിട്ടില്ല. ഐ എം മെയിൻലി ഇൻ റെമേഴ്ഷ്യൽസ്, സ്കൂൾസ്, ഒരുപാട് ഇപ്പോൾ കണ്ണൂരിൽ ഓൾമോസ്റ്റ് ഒരു 5 schools ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ പിന്നെ റെസിഡൻസ്, ഇൻഡസ്ട്രിയൽ അങ്ങനത്തെയൊക്കെ ചെയ്യുന്നത്. ഈ റെസ്റ്റോറൻറ്റ് കാറ്റഗറീസിലുള്ളത് ഫുള്ളി റെസ്റ്റോറൻറ്റ് കാറ്റഗറീസ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെനിക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ചാലഞ്ച് എന്ന് വെച്ചാൽ ഈ പഴയ ബിൽഡിംഗ് ഞങ്ങൾ എങ്ങനെ പുതുക്കാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും. കാര്യം ഞങ്ങൾക്ക് ബിൽഡിംഗ് ടച്ച് ചെയ്യാൻ പറ്റാം, അതിൻ്റെ റൂൾ വാല്യൂഷൻസ് വരും. അപ്പോൾ ബിൽഡിംഗ് ടച്ച് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ പഴയ ബിൽഡിംഗ് അവിടെ കിടക്കുന്നത്. പക്ഷെ ആൾക്കാർ കാണുന്നത് എന്നും പുതുക്കിയ ACB ഇട്ടതും. ഞാനൊക്കെ ഏകദേശം ഒരു ഈ കണ്ണൂർ വന്ന കാലത്തോട്ട് എനിക്ക് അറിയാവുന്നതാണ്. അവിടെ ആ ഒരു ബിൽഡിംഗ് എന്ന് വെച്ചാൽ ആ ഭാഗത്തേക്ക് അടുക്കൊരു അടഞ്ഞു കിടക്കുന്നൊരു ഇടിഞ്ഞു വീഴാറായ ഒരു സംഭവം. അത് ശരിക്കും അത് എനിക്ക് തന്നെ അത്ഭുതമായി പോയത്. അത് ഇതിനൊരു 2-3 months കൊണ്ട്. അവസാനം നിങ്ങളോട് ചോദിക്കാനുള്ളത്, കാരണം നമുക്കറിയാം കണ്ണൂർ BNI 3 വർഷമായിട്ട് വന്നു, 600-ലധികം മെമ്പേഴ്സ് ഉണ്ട്, 1000 കോടി ബിസിനസ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം കണ്ണൂർ ലാൻഡ് ഓഫ് ലൂംസ് ആൻഡ് ലോർഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അത് ബാക്കിയുള്ള സംഘടനക്കൊപ്പം തന്നെ നിന്നുകൊണ്ട് BNI അതൊരു ബിസിനസ്സിൻ്റെ മാഞ്ചസ്റ്റർ എന്നുള്ള രീതിയിലേക്ക് എത്തിച്ചേർന്നു. അപ്പം നിങ്ങളുടെ കാറ്റഗറി ഉപയോഗിച്ചുകൊണ്ട് കണ്ണൂരിന് വേണ്ടിയിട്ട് എന്താണ് ഫ്യൂച്ചറിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എലോങ് വിത്ത് BNI സപ്പോർട്ട് എന്നുള്ളത് ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ തിരിയൂസ്? ലോട്ട് മെനി തിങ്സ് വി ക്യാൻ ഡു ഹിയർ ഇൻ കണ്ണൂർ എന്നല്ല കേരളയിൽ തന്നെ. ആക്ച്വലി എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിക്കുന്ന ഒരു നാടാണ് കേരളം. എന്തുകൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിക്കുന്നത്? എന്തുകൊണ്ടാണ്? കാര്യം ഇങ്ങനത്തെ കുറേ കെട്ട് നിയമങ്ങൾ ഉള്ളത് കൊണ്ടാണെന്ന് എല്ലാവരും പറയാറ്. പക്ഷേ ഈ നിയമങ്ങളൊക്കെ നമുക്ക് ഏറ്റവും നല്ലതിന് വേണ്ടിയിട്ട് മാത്രം അല്ല. എവറി ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് ഇൻ്റർലിങ്ക്ഡ്. അപ്പം നമുക്ക് ഒരുപാട് പ്രോജക്ട്സ് കണ്ണൂരിൽ വരാനുണ്ട്. ഇനിയും എഡ്യൂക്കേഷൻ ആയാലോ, ഈവൺ വിത്ത് എഡ്യൂക്കേഷൻ, ദെൻ സംതിങ് റിലേറ്റഡ് ടു ആ ട്രഡീഷൻ. അപ്പം നമുക്കെല്ലാവരും തെയ്യക്കാലം എല്ലാവരും തെയ്യത്തിനെ കാണാൻ വേണ്ടി ഓടിപ്പോകുന്നുണ്ട്. പക്ഷെ ആ കല എങ്ങനെയാണ് വരുന്നത്? വി ക്യാൻ ഹാവ് സം ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് പഠിപ്പിക്കാണ്. മെയിൻ തിങ് നമുക്കിവിടെ ട്രേഡ് അല്ലാതെ നമുക്ക് എഡ്യൂക്കേഷൻ സെക്ടറും കൂടെ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇപ്പം എനിക്ക് കിട്ടുന്ന കുറേ പ്രോജക്ട്സ്, സ്കൂൾ പ്രോജക്ട്സ് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വാസ്റ്റ് ലാൻഡ് ഉണ്ടോ, ആ വാസ്റ്റ് ലാൻഡിൽ ഇഷ്ടംപോലെ ബിൽഡിങ്സ് അവർ എടുത്തു വെക്കുന്നുണ്ടോ. പക്ഷേ നമുക്ക് നമ്മളുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും നമ്മളുടെ ഈ റെഗുലേറ്ററി ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം ഇൻ്റർലിങ്ക്ഡാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഒന്നും ഇൻ്റർലിങ്ക്ഡ് ആയിട്ടല്ല പോകുന്നത്. അതിൽ നിങ്ങളുടെ കാറ്റഗറി വഴി എന്തൊക്കെ കാര്യം ഞാൻ എപ്പോഴും പറയാറ്, ഇപ്പം ഒരു സ്കൂൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ കുറേ പ്രോജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ലാൻഡ്, ഇപ്പം ഐ എം ഗോയിങ് ടു ഹാവ് 1 project ഇൻ അഞ്ചരക്കണ്ടി. അത് പ്യോർലി ഫോർ എൻ ആയുർവേദിക് ടൂറിസം ആണ്. അപ്പം ആ ഒരു ഏരിയയിൽ അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ഇല്ല. നമുക്ക് എൻ്റെ ക്ലയൻറ്റ് ഇസ് ഫ്രം പൂനെ. അപ്പം ആയുർവേദം അവിടെ അവർ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. ആയുർവേദത്തിൻ്റെ ഒരു ടൂറിസം ആൻഡ് ആയുർവേദിക് റിസോർട്ട്സ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ്. അപ്പം അങ്ങനത്തെ ഒരു മെഡിക്കൽ ഒരുപാട് അങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. സപ്പോർട്ട് ചെയ്യാം. നൂർജി, നിങ്ങൾക്ക് എന്താണ് നമ്മൾ കണ്ണൂരിലൊരു ബിസിനസ് സമ്പദ് വ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ കാറ്റഗറി, നിങ്ങളെ സ്ഥാപനം കൊണ്ട് മുന്നോട്ട് ഇനി വരുന്ന വർഷങ്ങളിൽ നിങ്ങൾ എന്താണ് പ്ലാൻ ചെയ്യുന്നത്? സർ, എന്നെ സംബന്ധിച്ച് നമുക്ക് കേരളത്തിലും പിന്നെ ദുബായിലും സൗദിയിലായിട്ട് നമുക്ക് 21 ഷോറൂംസും നമുക്കൊരു 800+ ടീം മെമ്പേഴ്സും ഒരു 35 lakhs+ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സും ഉണ്ട് നമുക്ക്.
അപ്പോൾ നമ്മുടെ കണ്ണൂർ ബ്രാഞ്ചിൽ തന്നെ ഏകദേശം നമ്മൾ 65-66 പേർക്ക് നമുക്ക് ജോലി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഓ സൂപ്പർ. ടോട്ടൽ ഞാൻ പറഞ്ഞ 800 പേരുണ്ട്. അപ്പം നമ്മൾ ഒരു പേര് തന്നെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. അപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും അതാദ്യം നമ്മൾ കൊടുത്ത് നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മളത് കൊടുക്കും. പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ 5G ആണ്. മൊബൈലിൻ്റെ മറ്റൊരു ലോകത്തേക്ക് മാറിയിരിക്കുകയാണ് എ ഐ തന്നെ വീണ്ടും മാറി. നമ്മളിപ്പോൾ മൊബൈലിനോട് ഇത്രയും കാലം നമ്മൾ മൊബൈലിനൊരു മെസ്സേജ് കൊടുക്കുന്നു, മൊബൈൽ തിരിച്ചാൽ നമുക്ക് ആൻസർ തരുന്നു, അത് നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് മാറി ഇപ്പം നമ്മളൊരു ഇൻട്രാക്ഷൻ മോഡക്ക് നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന പോലെ മൊബൈലിനോട് കാര്യം പറയാനും മൊബൈൽ അത് നടത്തി തരാനുള്ളൊരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ടെക്നോളജി, അതായത് ഇപ്പോൾ മൊബൈൽ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ഇതിൻ്റെ എന്തൊരു സെഗ്മെൻറ്റിലും നമ്മളെ കൊണ്ട് കഴിയുന്നതെല്ലാം നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇമേജ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ കൂടെ ആൾക്കാരുടെ മനസ്സിൽ ഓടി വരുന്നതാണ് സർവീസ് സെക്ടറിൽ ഒപ്പമേരിക്കാം. ഇന്ന് ആൾക്കാർക്ക് ഏറ്റവും പേടിയുള്ള സംഗതിയാണ്. കാരണം മൊബൈലാണ് എല്ലാം, അല്ലെങ്കിൽ ലാപ്ടോപ്പാണ് എല്ലാം. അവരുടെ പ്രൈവസി, അവരുടെ ബാങ്കിങ്, അവരുടെ ഫാമിലി ഫോട്ടോസ്, ഇതിനൊക്കെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് കസ്റ്റമർക്ക് കൂടെ ഇരിക്കാം ഇവിടെ സർവീസ് ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ നമ്മളിരുന്ന് വാങ്ങിച്ച മൊബൈലോ ലാപ്ടോപ്പോ നിലത്ത് ചാടി വീണ് പൊട്ടിയാൽ പോലും നമ്മളത് ഫ്രീ ആയിട്ട് മാറ്റി കൊടുക്കും. വാ സൂപ്പർ, താങ്ക് യു. ഇനി നേരെ ഷാജിയിലേക്ക് വരുമോ? ഷാജി, കാരണം നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ വരുന്നെന്ന് പറഞ്ഞു. അവിടെ എങ്ങനെയാണ് നമ്മുടെ കളർ ഹൗസിന് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടി പറ്റുക നമ്മുടെ കസ്റ്റമേഴ്സ്? നമുക്കിപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മളിപ്പോൾ പെയിൻറ്റ് മെയിനായിട്ട് സെയിലിംഗ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കണ്ണൂർ കാര്യമായിട്ട് ഒരു പെയിൻറ്റിൻ്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഒന്നും ഇല്ല. ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കാനും അതുവഴി കമ്മ്യൂണിറ്റീനെ ഹെൽപ്പ്, അതുപോലെ തന്നെ നമുക്ക് റേറ്റും കുറച്ചും കൂടി നല്ല രീതിയിൽ നല്ല പ്രൈസിൽ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റും. സെർവോസോണിക് അനിലം ജോയ് പറയും. എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ കാറ്റഗറി ഇൻവെർട്ടർ ബാറ്ററി UPS ആണ്. അപ്പോൾ ഇപ്പോൾ ഈ പുതിയ ഇനി വരാൻ പോകുന്നത് ലിഥിയം ബാറ്ററിയാണ്. ഏകദേശം ഓൾമോസ്റ്റ് ഇറങ്ങാൻ വേണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ണൂർ ശരിക്കും അതിൻ്റെ ഒരു ഷോറൂം ഇല്ല. അപ്പോൾ ഞാൻ ആ ലിഥിയം ബാറ്ററിൻ്റെ ഷോറൂം ഉടനെ തന്നെ ആദ്യം തന്നെ ഫസ്റ്റ് എനിക്ക് കൊണ്ടുവരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞങ്ങളെല്ലാ പണികളും തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ടായി. പിന്നെ അതുകൂടാണ്ട് നല്ല ക്വാളിറ്റി സാധനം കൊടുക്കുക, നല്ല സർവീസ് കൊടുക്കുക. അതാണ് ഇൻവെർട്ടറിനെ സംബന്ധിച്ച് UPS സംബന്ധിച്ച് ഏറ്റവും ബെറ്റർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവർ ആ റിലേഷൻ ത്രൂ നമുക്ക് ബിസിനസ് ഓട്ടോമാറ്റിക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് PNI പോലത്തെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത് ഭയങ്കര ഗുണമായിരിക്കും. ശരി. അപ്പോൾ ഇനിയും വരുന്ന ആളുകളിൽ നിങ്ങൾക്ക് കൂടുതൽ പുരോഗതിയിലേക്ക് മാറാനും കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കാനും നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഏറ്റവും നന്നായിട്ട് തന്നെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനും നമ്മുടെ കാറ്റഗറി വഴി ഹെൽപ്പ് ചെയ്യാനും അവിടെ നമുക്ക് ഏറ്റവും നല്ല ഹാപ്പിനെസ് ഉള്ളൊരു സ്ഥലമാക്കാനും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക് യു.